അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ നോയമ്പൊക്കെ പിടിച്ച് എല്ലാവരും ക്ഷീണിച്ചിരിക്കുമല്ലേ? അപ്പോൾ അതിനു വേണ്ടി അടിപൊളി ഒരു റെസിപ്പിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. അതിന് വേണ്ട തിങ്സാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, സവാള, സ്വീറ്റ് കോൺ, വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ 2 വറ്റൽമുളക്. മുളക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ചതച്ചാണ് ചേർക്കുന്നത്. അതേപോലെ തന്നെ കോൺഫ്ലവറും എടുത്ത് വെച്ചിട്ടുണ്ട്. കോൺഫ്ലവറിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്താൽ മതി. തിക്നെസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ആദ്യമായിട്ട് നമുക്ക് നെയ്യാണ് ഇതിനകത്ത് എടുക്കേണ്ടത്. നെയ്യ് എടുത്തതിന് ശേഷം നന്നായിട്ട് ഹീറ്റ് ആയതിനു ശേഷം നമുക്കിതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം വേണം ബാലൻസ് ഉള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇവിടെ ഞാൻ എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വാട്ടർ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റ് നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇതെല്ലാം കുക്ക് ചെയ്യുന്നത് എൻ്റെ ഇക്കയാണ്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും അതേപോലെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന സ്വീറ്റ് കോണും ചേർത്ത് കൊടുക്കാം. കുറച്ച് കോൺ വേണം ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാലൻസ് ഉള്ള കോൺ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് അതിനകത്ത് വേകട്ടെ. വേകുന്ന ടൈമിൽ നമുക്കിത് ജാറിലിട്ട് അരച്ചുകൊണ്ട് വരാം. ലോക്ക്ഡൗൺ ആയത് കാരണം ചുമ്മാ വീട്ടിലിരിക്കുമല്ലേ, അത് കാരണമാണ് ഇക്ക ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. എല്ലാം ചെയ്ത് ട്രയൽ നോക്കുകയാണ്, പക്ഷേ എല്ലാം സക്സസ് ആവുന്നുണ്ട്. ആദ്യം ഇത് അരഞ്ഞിട്ടില്ലായിരുന്നു, അപ്പോൾ കുറച്ച് വാട്ടറൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് കുരുമുളക് ചതച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 വറ്റൽമുളക് എടുത്ത് വെച്ചത് അത് ഞാൻ ചതച്ചാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം തന്നെ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടി കോൺഫ്ലവർ കലക്കി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടിക്ക് കുറുകി വരും. അപ്പോൾ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കോൺഫ്ലവർ നന്നായിട്ട് വാട്ടർ ഒഴിച്ച് കലക്കിയതിന് ശേഷം നമ്മൾ അരിപ്പയിൽ വെച്ച് അരിച്ചാണ് അതിനകത്ത് ചേർക്കുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് കട്ട പിടിച്ചിരിക്കുന്ന ഭാഗമൊക്കെ അതിനകത്ത് വീഴും. അത് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതുപോലൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അടിപൊളി ഒരു ഐറ്റവുമായിട്ട് നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ.